അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? എന്ത് പുഡിംഗ് ഉണ്ടാക്കണേ? അറേബ്യൻ പുഡിംഗ്. സോ അറേബ്യൻ പുഡിങ്ങിന് നമ്മളിപ്പോ എന്താ ചെയ്തേ? ഫസ്റ്റ് സ്റ്റെപ്പ് പാല് എന്താട്ടെ? പഞ്ചസാര ഇട്ടു. അപ്പൊ കുഞ്ഞുണ്ണിയുടെ കയ്യിൽ എന്താ ഉള്ളേ? ഒരു ഹാഫ് ഗ്ലാസ് പാലുണ്ട്. അതിലെന്താട്ടെ നമ്മള് 1 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടു അല്ലേ? എന്നിട്ട് ആ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യണം? നല്ലോണം കട്ടല്ലാണ്ട് അതന്നെ കറക്റ്റ് ചെയ്ത ഇതുപോലെ ഇങ്ങനെ കട്ടയില്ലാണ്ട് ഉടച്ചിതാ അങ്ങനെ ആക്കി നല്ലോണം ഇളക്കി ഇവിടെ നമുക്ക് വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലമ്മ പഞ്ചാര ഇട്ടിട്ടില്ലേ? ഈ പഞ്ചാര നല്ലോണം ഈ പാലിൽ അലിയണം. അമ്മ അതാ പഞ്ചാര അതാ ഇപ്പൊ നല്ലോണം ഇത് കണ്ടു പാലില് ആ പഞ്ചാര ഇട്ടത് നല്ലോണം പാലില് ബബിള് അതെങ്ങനെ എങ്ങനെ ആക്കിയോണ്ടാണ് ബബിള് നല്ലോണം അത് അതിനി ഈ പാല് പഞ്ചാരയും കൂടെ മിക്സ് ആവില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കസ്റ്റാർഡ് പൗഡറിന്റെ ഈ സ്ലറി നമ്മള് സ്ലറി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തത് കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ മിക്സ് ചെയ്ത ഈ ഒരു ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാല് കസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാവും. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ പാല് നല്ല കട്ടി കുറുകി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കഴിയുമ്പോ നമുക്ക് സർപ്രൈസ് കൊടുക്കാം അല്ലെ? സസ്പെൻസ് ആക്കാം അല്ലേ? അയ്യോ അങ്ങനത്തെ സസ്പെൻസ് വേണ്ട. അടുത്തേക്ക് ഇരുന്നോളൂ, കുഞ്ഞുങ്ങൾക്ക് ഇത് കാണാം. എന്തോ വേണോ? കുറച്ച് തരാതെ. എന്തിനാ അമ്മ കയ്യിലാക്കി കുടിച്ചേ കുഞ്ഞുണ്ണി? ഇങ്ങനെ കയ്യിലോണ്ട് തന്നെ എന്താ ഒഴിക്കാൻ? ഞാൻ വായിലേക്ക് എന്താ ഉണ്ടാവുക അങ്ങനെ ഒഴിച്ചാ? കയ്യിലൊഴിച്ചു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ പരന്ന പോലെയല്ലേ? എന്നിട്ട് ഊതിയിട്ട് ആയ കൊള്ളില്ല, അല്ലെങ്കിൽ നാവ് കുഞ്ഞുണ്ണി അത് നന്നായി ഒന്നും കൂടെ ഇളക്കും. ഇരിക്കും തോറും അത് കട്ടിയാവും, അടിയിൽ കട്ട് ചെയ്യില്ലേ? അപ്പം അപ്പൊ ഇനി നല്ലോണം പുറത്ത് പോവാണ്ട് പതുക്കെ ആ കട്ട നല്ലോണം ഉടയ്ക്കും. തുടങ്ങിയോ? കഴിഞ്ഞ കുറച്ചും കൂടെ അടുത്തേക്ക് ഇരിക്കുന്നിട്ട് ഇതായിരിക്കും ഒഴിക്കണം. അമ്മ പറയുമ്പോ ഒഴിക്കണേ കൂട്ടോ. അമ്മ പറയട്ടെ. ഒഴിക്കൂ, ഇതിലേക്ക് ഒഴിക്കൂ. ഇനി ഇത് നല്ലോണം ഇരിക്കുന്നോറും അല്ലെ ഫുള്ള് പോയില്ലേ? ഇല്ലേ? യെസ്, വെരി ഗുഡ് ബോയ്. ഇത് ഒരാൾ അതിൻ്റെ ഇടയിൽ കൂടെ ബ്രെഡ് അടിച്ചു മാറ്റുന്നുണ്ട്. ഒരു ബ്രെഡ് കള്ളൻ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. എന്താ അബദ്ധം ഉണ്ടായി കുഞ്ഞുണ്ണി? പറഞ്ഞു കൊടുക്കൂ. ഇപ്പൊ നമ്മുടെ അബദ്ധം പാല് നമ്മുടെ ചെറുതായിട്ടൊരു ഹൗസ് വാമിങ് നടത്തി ഇവിടെ അല്ലേ കുഞ്ഞുണ്ണി? നമ്മള് പാല് ഞാനിവിടെ ബ്രെഡ് എടുക്കാൻ പോയപ്പോ ഈ ചങ്ങായിയോട് പറഞ്ഞതാണ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ചങ്ങായി ഇളക്കല് നിർത്തിയിട്ട് എന്റെ വായില് നോക്കിയിരുന്നു. അപ്പൊ എന്താണ്ടായേ?
പാല് തടിച്ച് പുറത്തേക്ക് പോയി. സിമ്പിൾ. വെള്ളപ്പൊക്കല്ല, പാല് പൊക്കം. അതെ. അമ്മ പാത്രം കഴുകാൻ പോയിട്ടേ നിൽക്കുന്നേ ഉള്ളൂ. പാത്രം കഴുകാനൊന്നുമില്ല. ഇപ്പം ഇതാ കുറേശ്ശെ ക്രീമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ക്രീമി ഷെയ്ഡിലേക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ സമയം കൊണ്ട് ഇപ്പം നമ്മുടെ ബ്രെഡ് നമ്മുടെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് ഇപ്പോൾ ഇതാണ് എൻ്റെ പുഡിംഗ് ട്രേ. അപ്പോൾ ആ പുഡിംഗ് ട്രേയിൽ നമ്മൾ സെറ്റാക്കി വെച്ചു. അപ്പോൾ 4 ബ്രെഡ് അങ്ങനെ വെക്കാൻ പറ്റി. പിന്നെ ഒരു കഷ്ണം ബ്രെഡ് ഞാൻ സ്ലൈസ് ആക്കിയിട്ട് സെറ്റാക്കി വെച്ചു. അതിൽ കറക്റ്റാക്കി വെച്ചു. ഇനി ഈ ക്രീം നല്ലോണം ആയിക്കഴിഞ്ഞ് നല്ലോണം ഒന്നും കൂടെ നന്നായി കുറുകി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെയർ ഈ ബ്രെഡ് വെക്കും. അതിൻ്റെ മുകളിൽ ഈ ക്രീം ഒഴിക്കും. പിന്നെ അടുത്ത ലെയർ ബ്രെഡ് വെക്കും, ക്രീം ഒഴിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രഷ് ക്രീമും ഒക്കെ വെച്ചിട്ട് ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ അതിൻ്റെ മുകളിൽ പിസ്താഷ്യവും പിന്നെ ബദാമും കൂടെ ക്രഷ് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ അറേബ്യൻ പുഡിങ് സെറ്റാവും. അപ്പോൾ അതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ ഇപ്പം നമ്മൾ ക്രീം ആയിട്ടേ ഉള്ളൂ. ഇനിയും ക്രീം സെറ്റാക്കാൻ പോകുന്നേ ഉള്ളൂ. നല്ലോണം ക്രീം ആവണേ ഉള്ളൂ. ഇതുണ്ട് ഇപ്പോഴൊരു കൺസിസ്റ്റൻസി വന്നിട്ടില്ല. Here comes our king. ഇവിടെ നടക്കുന്നത് ഭരതനാട്യം. ഇതാണ് ഇവിടെ ഒരാളുടെ വക പാല് കാച്ചിൽ കഴിഞ്ഞു. ഇതേ മുഴുവൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഷ്ണങ്ങൾ എടുത്ത് തിന്നോളൂ. അതിന് ഒരു ബ്രെഡ് കളനും ആ ബ്രെഡ് വെള്ളം കച്ചനും കൂടെ രണ്ടുപേരും കൂടെ ബ്രെഡ് അടിച്ച് മാറ്റി കഴിച്ചോണ്ടിരിക്കും. അപ്പൊ പറയില്ലേ കഴിക്കൂ. ഞാൻ കഴിച്ചോട്ടെ. അപ്പം നമ്മൾ ഫ്രഷ് ക്രീം ഇട്ടു. അതിൽ ഫ്രഷ് ക്രീമിൻ്റെ അതിട്ട് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ഇതാണ്.
നമ്മുടെ പിസ്താഷ്യും ആൽമണ്ടും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇടാം. അറേബ്യൻ പുഡിങ്ങിൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കറക്റ്റ് അറേബ്യൻ പുഡിങ്ങിൻ്റെ സെറ്റാക്കൽ കഴിഞ്ഞു. ഇതാണ് നമ്മൾ 2 ലെയർ ഉണ്ട്. അതിൽ ബ്രെഡ് അടിയിൽ, പിന്നെ ക്രീം ഉണ്ട്, പിന്നെയും ബ്രെഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ ലെയർ വെച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ പിസ്താഷ്യോ ആൽമണ്ട്. നമ്മുടെ ദിവാലി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് സെറ്റ് ആവാൻ വെക്കാം ഫ്രീസറിൽ. ഒരു 2-3 hours സെറ്റ് ആയാൽ നമുക്ക് അടിപൊളി റെഡി ആവാം. അങ്ങനെതാ നമ്മുടെ പുഡിങ്. ഇനി മധുരം ഉണ്ടോ ക്രീമിനൊക്കെ? തണുപ്പും മധുരം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കണം. ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. സൂപ്പർ സൂപ്പറായാ? ഈ നമ്മുടെ പുഡിങ് കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ലെയർ ആയിട്ട് ഫുൾ ഇതാ